ഹേയ്സ് എൻ്റെ പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് ഞാൻ പൂവൊന്നും വാങ്ങിച്ചില്ല. ഈ ശശി അണ്ണ ഇതോടെ പോയി. ശശി എന്ന് മോളാണെന്ന് തോന്നുന്നു. ശശി അണ്ണ, ശശി ചേട്ടാ, ഇയാളിതവിടെ പോയി. അതുകൊണ്ടാ ഞാൻ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വരാവേ. ഓഫ്രോയിൽ നീ പോയിക്കോ. ഓക്കെ ശശി അണ്ണ. കേസ് എൻ്റെ ഫോർച്യൂണർ ഇവിടെ കിടക്കുന്നു. ഞാൻ പോയി പൂ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇതിന്റെ കളർ ഞാൻ മാറ്റിയായിരുന്നു. ഞാൻ മറന്നുപോയി. കളർ മാറ്റിയോണ്ടോ ഇതിന്റെ ഓർമ്മയില്ല. ഓക്കെ, കുറച്ച് പൂവൊക്കെ. അയ്യോ, ഓണമായിട്ട് മഴ പെയ്യുന്ന ഫസ്റ്റ്. എവിടെ പൂക്കടൻ? ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ട് തരാം ഗൈസ്. ബാക്കി എല്ലാവരും ഇനി ഓണത്തിന് വിളിക്കണം എനിക്ക്. അയ്യോ, വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലേ? എന്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല. നമ്മുടെ എവിടെയാ റെയിൽവേ സ്റ്റേഷനല്ല അവിടെ ഇന്ന് പൂ എടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ മോള് കയറി പോകുമ്പോ എന്തോ പൂ ഉണ്ടെന്ന് പറഞ്ഞവര്. ഓക്കെ, ഞാൻ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വരാം ഗൈസ്. എന്നിട്ട് ബാക്കി എല്ലാരെയും പോയി എനിക്ക് വിളിക്കാം ഓണത്തിന്. ഇപ്പോഴേ മഴ പെയ്യുന്നു. നല്ലൊരു ദിവസമായി മഴ പെയ്യുന്നല്ല ഗൈസ്. അവിടെ ആരും വിൽക്കുന്നെന്നാ കേട്ടത്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മേടിച്ചിട്ട് വരാം കുറച്ച് പൂ. ഓക്കെ ഗൈസ്, പൂവൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടിയിൽ പോവാം. വണ്ടിയിലേക്ക് കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാം. മറ്റേ ഫ്രാങ്ക്ലിൻ ഷിൻചാനില്ലേ, ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ഷിൻചാൻ, അവര് മറ്റേ ഇവിടെ ആ ഫ്രാങ്ക്ലിന്റെ സിറ്റിയില. അവൻ എപ്പോ വരുന്ന അറിയത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും കറി വീട്ടിലോട്ട് പോവാം ഗൈസ്. ഓക്കെ, വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ബാക്കിയുള്ളവരെ എനിക്കിനി വിളിക്കാം. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ, എപ്പ എത്തുമോ എന്തോ വീട്ടില്. മഴ തോന്നില്ല ഗൈസ്. ഈ പൂക്കളിടണ മഴ പെയ്തോണ്ടിരുന്ന ഇത് പണിയാവും. പിന്നെ സദ്യയും കൂടെ വാങ്ങിക്കാമോ? സദ്യ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്. അത് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇനി മഴയൊക്കെ തോന്നുന്നു വീട്ടിലോട്ട് കയറാം ഗൈസ്. പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. ഇതെന്ത് കഷ്ടമാണ്, ഓണമായിട്ട് മഴ. എന്തോ ഇവരൊക്കെ വന്നോ? ട്രെവർ, ഫ്രാങ്ക്ലിന്, മൈക്കിള്, ഓഗി, ഡോറേമോൻ, അവന്റെ പേരെന്തായിരുന്നു, നോബിത, മോട്ടു, പദ്ലു, ഇവരെല്ലാരും വന്നല്ലോ. ഇനി മറ്റേ അവരും കൂടെ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വന്നേ. മറ്റേ എന്റെ കൂടെ എനിക്ക് മാവേലിയുടെ സ്റ്റാച്ചുവും കൂടെ കിട്ടിയെന്ന്. ഒരു മാവേലിയുടെ സ്റ്റാച്ചുവും കൂടെ കിട്ടി ഫ്രീ ആയിട്ട് പൂക്കളത്തിന്റെ കൂടെ. ഗായ്സ്, നിങ്ങൾക്ക് എപ്പോ വന്നത്? കുറച്ചേരം ആയതുള്ളൂ. സദ്യ എവിടെ? പൂക്കളോടെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഞാൻ മേടിച്ചോണ്ട് വന്നോളൂ. സദ്യയൊക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് എടുത്ത് തരാം. പിന്നെ 2 ആൾക്കാർ ഇനിയും വരാനുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫ്രാങ്ക്ലിനും ഷിൻചാനും വരാനുണ്ട്. അവരല്ലേ, വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പൂക്കളിടാം. പൂക്കൾ ഇങ്ങോട്ടല്ലോ ഇടാം ഗൈസ്. ഞാൻ ഇട്ടിട്ട് വരാം. ഓക്കെ, അത്തപ്പൂക്കളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കൾ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ലവ് ഇറ്റ്. അപ്പൊ ഇതാക്ക ആരൊക്കെ വന്നേക്കെ? ട്രെവർ വന്നു, ഫ്രാങ്ക്ലിൻ വന്നു, മൈക്കിൾ വന്നു, ഒഗി, നോബിത, ഡോറേമോൻ, മോട്ടു, പദ്ലു. ഈ ഫ്രാങ്ക്ലിൻ ഷിൻചാനും അവിടെ പോയി. അവരെയും വേണ്ടി എനിക്കൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഗൈസ്. അവരിതവിടെ പോയോണ്ടോ? കുറെ നേരമായി. ഓക്കെ, നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഷിൻചാന് അങ്ങോട്ട് പോണ്ടേ? ജാക്കിന്റെ സിറ്റിയില് നീന്ന് റെഡിയാവ്. നമുക്ക് പോണ്ടേ അങ്ങോട്ട്? ഞാൻ റെഡിയായി. എന്നാ പോവാം. അപ്പൊ അണ്ണൻ ഡ്രസ്സും മാറ്റി. ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ്. ഞാൻ ഒന്ന് വണ്ടി കയറി നമുക്ക് പോവാം. കൊറേ ലേറ്റായി നമ്മളിന്ന്. അവൻ തന്നെ വരുന്നു. ഞാൻ നാളെ അവിടെ പോയിട്ടല്ലേ? എന്റെ സ്കൂളിന്റെ പേരും പോയിട്ടല്ല. പ്രാവശ്യം പോയി നമ്മൾ സ്റ്റേ എടുത്തു. പിന്നെ അല്ലാണ്ട് വേഗം തലും പോവാൻ. പതുക്കെ ഓടിക്കാം ഗൈസ്. അതെ,
അത് ശരിയല്ല, പിന്നെ പോയിട്ടില്ല. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. യൂട്യൂബ് വീഡിയോസ് കാണാൻ മറക്കരുത് ഒരിക്കലും. കാണണേ ഗൈസ്. നമുക്ക് എന്തായാലും പതുക്കെ പോകാം. ഈ വണ്ടി പതുക്കെ ബമ്പർ ജാക്ക് ബൈ. ഞാനല്ലേ ഫ്രാങ്ക്ലിൻ, വേറെ ഫ്രാങ്ക്ലിനാണ് GT പറ്റുക. ജാക്ക് ബൈ, ഞാനും പേര്. ഓക്കെ, നമുക്കെന്തായാലും നേരെ പോവാം ഗൈസ്. അയ്യോ, നേരെ പോവാം. ഓക്കെ, അടച്ചു വിടട്ടെ ഞാന്. അതൊക്കെ ഓടിക്കുന്ന എന്റെ വണ്ടി, എന്റെ ബമ്പറാണെന്ന് നന്നു തന്നെ പറഞ്ഞു. അണ്ണൻ പതുക്കെ ഓടിക്കും, ഇവിടെ കുറെ വണ്ടി ഓടിക്കും. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എത്തി. അവിടെ എത്തിയിട്ടാണ് ഓക്കെ. ഫൈനലി നമ്മളെ ഇന്ത്യൻ തെഫ്റ്റ് ഓറ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഈ ജാക്കിന്റെ വീട്ടിലോട്ട് പോണം. ഷിൻചാനൊക്കെ അകത്തുണ്ട്. ഇതെന്തോന്ന് ഇങ്ങനൊരു വ്യൂ, എന്താന്ന് അറിയത്തില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ജാക്കിന്റെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ജാക്കിന്റെ വീട്ടിലോട്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അല്ലെങ്കിൽ റെയിൽവേ ഏറിയും വന്നാൽ മതി, പക്ഷെ സമയം എടുക്കും. അത് കുറച്ച് ദിവസമൊക്കെ എടുക്കും. റെയിൽവേ സ്റ്റേഷൻ നല്ല സമയമാണ്. അയ്യോ, എന്ത് ഹാങ് ആവുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, ഇതെന്ത് ഇങ്ങനെ ഒന്ന് ഹാങ് ആവുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ജാക്ക് ഇവിടെ കാണുമായിരിക്കല്ലേ. ഓ, മാവേലിയൊക്കെ വന്നല്ലോ. അത് മാവേലിയുടെ പ്രതിമ അല്ലേ. അയ്യോ, ഇതെന്ത് വണ്ടി സ്റ്റക്കായി പോകുന്ന. അയ്യോ അണ്ണാ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ ഷിൻചാക്ക് കൺട്രോൾ കിട്ടുന്നില്ല. വണ്ടിയുടെ ഗെയിമിന്റെ എന്താ പ്രശ്നമാണ്. മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. അണ്ണാ, വണ്ടി കൊണ്ട് വെള്ളത്തിലല്ലേ. ഞാൻ എന്തിനാ. ഫൈനൽ ഇന്ത്യൻ തെഫ്റ്റ് ഓറ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഷിൻചാനെ ഇറങ്ങി വാടാ. വന്നു. ഓക്കെ, ജാക്ക് ഇവിടെ. ജാക്ക് അകത്ത് പോയിക്ക. നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? എത്ര നേരമായി വെയിറ്റ് ചെയ്ത്. പൂക്കളൊക്കെ ഇട്ട് അവിടെ ഉണ്ട്. ഓക്കെ. അയ്യോ, ഞാൻ വന്ന വെള്ളത്തിലൂടെ ഫ്രീ ആയിട്ട് കുളിച്ചും കിട്ടി. സ്ലിപ്പായി ഒന്ന് വീണതാ ഗൈസ്. ഓക്കെ, ജാക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഫ്രാങ്ക്ലിനും ഷിൻചാനും എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിനും ഷിൻചാനും താന്ത്. ഫ്രാങ്ക്ലിനും ഷിൻചാനും ഇവിടെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് സദ്യയൊക്കെ ഒരുക്കാം ഗൈസ്. സദ്യ ഞാൻ തിന്നിട്ടുണ്ട്. സദ്യയൊക്കെ ഒരുക്കി നമുക്ക് തിന്നാം. ഓക്കെ ഗൈസ്, ഇതാണ് സദ്യ. ഞാൻ എല്ലാവരും ഒന്നും ഒരുക്കിയില്ല. അപ്പൊ എല്ലാവരുടെയും ഒന്ന് ഒരുക്കണം. ഒരുക്കിയിട്ട് കാണിക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ സദ്യ ഒരുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുക്കിയിട്ട് കഴിച്ചിട്ടൊക്കെ വരാം ഗൈസ്. ബാക്കി ഒരുക്കിയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഒരുക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, സദ്യയൊക്കെ കഴിച്ചാണ്. സദ്യ കടവില്. പിന്നെ നമ്മൾ മാവേലിയുടെ ഈ പ്രതിമയും സെറ്റ് ചെയ്തു ഗൈസ്. മാവേലിയുടെ പ്രതിമയും സെറ്റ് ചെയ്തു ഗൈസ്. ഞാൻ പറഞ്ഞു തന്നെ മാവേലിയുടെ സ്റ്റാച്ചു നമ്മൾ സെറ്റ് ചെയ്തു. 2 സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പം ഇത് സ്റ്റാച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് മാവേലിയുടെ കാറാ ഗൈസ്. മാവേലിയുടെ പ്രതിമ കാറ്. പിന്നെ ഇത് കുഞ്ഞു മാവേലിയുടെ സ്റ്റാച്ചു. ഇത് നോർമൽ മാവേലിയുടെ സ്റ്റാച്ചു. അതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഓണ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നമ്മൾ സദ്യയൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചടിച്ച് സദ്യയൊക്കെ കണ്ടു കാണുന്നല്ലേ. ഞാനത് കാണിച്ചു തന്നിട്ട് കാണാൻ പറ്റിയെന്ന് അറിയത്തില്ല. സദ്യയൊക്കെ നമ്മൾ കഴിച്ചു. ഞാനത് കാണിച്ചെന്ന് തോന്നുന്നു. ഞാനത് കാണിച്ചു, പക്ഷെ ക്ലിപ്പിൽ ആഡ് ആയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇത്രയുള്ളൂ ഗൈസ് ഈ വീഡിയോ. പുതിയ പ്രൊഡക്ട്സ് വന്നിട്ട് ഗുഡ് ബൈ ഗൈസ്.